കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സമ്മേറ്റീവ് അസസ്മെന്റ് സെക്കൻഡ് 2025-26 അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാം ചോദിച്ച ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉത്തരം എഴുതാനാണ്. ഓക്കെ, എന്താണ് കൊടുത്തിട്ടുള്ളത്? അർജുൻ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 7 സ്മാർട്ട് ആൻഡ് ഫണ്ണി. അപ്പോൾ അർജുൻ ക്ലാസ് 7ലാണ്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ നല്ല സ്മാർട്ടും ഫണ്ണിയും ആയിരുന്നു. പിന്നെ ആൻഡ് വാസ് ലവ്ഡ് ബൈ എവ്രി വൺ. അപ്പോൾ എല്ലാവരും അവനെ സ്നേഹിച്ചിരുന്നു വളരെയധികം. ഹി വാസ് ഗുഡ് അറ്റ് ഹിസ് സ്റ്റഡീസ് ആൻഡ് ഓൾവേസ് എക്വയർഡ് ഗുഡ് ഗ്രേഡ്സ്. അപ്പോൾ ഹി വാസ് ഗുഡ് അറ്റ് ഹിസ് സ്റ്റഡീസ്. അപ്പോൾ അവൻ്റെ പഠന മേഖലയിൽ വളരെ നല്ലതായിരുന്നു, നല്ല പ്രവർത്തനമായിരുന്നു. ആൻഡ് ഓൾവേസ് സെക്യൂർഡ് ഗുഡ് മാർക്സ്, എപ്പോഴും നല്ല മാർക്കുകൾ നേടുമായിരുന്നു പരീക്ഷയ്ക്കൊക്കെ. ബട്ട് ഗ്രാജുവലി തിങ്സ് ബിഗാൻ ടു ചേഞ്ച്. പക്ഷെ പതുക്കെ തിങ്സ് ബിഗാൻ ടു ചേഞ്ച്. അപ്പോൾ കാര്യങ്ങൾ തുടങ്ങി, ടു ചേഞ്ച് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഹിസ് മാർക്സ് ഡ്രോപ്ഡ്. ഹി സ്റ്റോപ്ഡ് പ്ലേയിങ് ഔട്ട്സൈഡ് ആൻഡ് ഹി റെയർലി ടോക്ക് ടു ഹിസ് പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഹിസ് മാർക്സ് ഡ്രോപ്ഡ് എന്ന് വെച്ചാൽ അവൻ്റെ മാർക്കുകൾ കുറയാൻ തുടങ്ങി. ഹി സ്റ്റോപ്പ് പ്ലേയിങ് ഔട്ട്സൈഡ്, പുറത്തുനിന്നൊക്കെ കളിക്കുന്നത് കുറഞ്ഞു. ആൻഡ് ഹി റെയർലി ടോക്ക് ടു ഹിസ് പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ അവൻ്റെ രക്ഷകർത്താക്കളോടും കൂട്ടുകാരോടും സംസാരിക്കുന്നത് കുറയാൻ തുടങ്ങി, വല്ലപ്പോഴും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. From morning to night, Arjun was engaged in online games and videos in social media. അപ്പോൾ ഫ്രം മോർണിംഗ് ടു നൈറ്റ്, രാവിലെ മുതൽ രാത്രി വരെ ഈ അർജുൻ വാസ് എൻഗേജ്ഡ്. അപ്പോൾ അർജുൻ ഏർപ്പെട്ടു ദ ഓൺലൈൻ ഗെയിംസ് ആൻഡ് വീഡിയോസ് ഇൻ സോഷ്യൽ മീഡിയ. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഓൺലൈൻ ഗെയിംസുകളും പിന്നെ വീഡിയോസിലൊക്കെയാണ് ഇവൻ ഏർപ്പെട്ടു തുടങ്ങിയത്. ഹി ഫോർഗട്ട് എവറിത്തിങ് റിലേറ്റഡ് ടു ഹിസ് സ്റ്റഡീസ്. അങ്ങനെ ഹി ഫോർഗട്ട്, മറന്നു, എവറിത്തിങ്, എല്ലാം, റിലേറ്റഡ് ടു ഹിസ് സ്റ്റഡീസ്, അവൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവൻ മറന്നു. വൺ ഡേ, ഒരു ദിവസം, ഹിസ് ടീച്ചർ മിസ് നന്ദിനി നോട്ടീസ്ഡ് ദാറ്റ് അർജുൻ ലുക്ക് ടയേർഡ് ആൻഡ് ഹിസ് ഹോംവർക്ക്സ് വെയർ ഇൻകംപ്ലീറ്റ്. അപ്പോൾ വൺ ഡേ, ഒരു ദിവസം, ഹിസ് ടീച്ചർ, അവൻ്റെ ടീച്ചർ മിസ് നന്ദിനി, ടീച്ചറിൻ്റെ പേരെന്താണ്? മിസ് നന്ദിനി, നോട്ടീസ് ദാറ്റ്, ശ്രദ്ധിച്ചു. ഏതാ? അർജുൻ ലുക്ക് ടയേർഡ്, അർജുൻ ഭയങ്കര ക്ഷീണിതനായിരിക്കുന്നു. പിന്നെന്താണ്? ആൻഡ് ഹിസ് ഹോംവർക്ക്സ് വെയർ ഇൻകംപ്ലീറ്റ്, അവൻ്റെ ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് അല്ല, പൂർത്തീകരിച്ചിട്ടില്ല എന്ന് നന്ദിനി ടീച്ചർ കണ്ടു. ഷീ ജെൻലി ആസ്ക്ഡ്, അവൾ പതുക്കെ ഇങ്ങനെ ചോദിച്ചു, അർജുൻ, വാട്ട്സ് സോ സ്പെഷ്യൽ ഇൻ ദാറ്റ് മൊബൈൽ ഫോൺ? അപ്പോൾ അർജുൻ, വാട്ട്സ് സോ സ്പെഷ്യൽ, എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി ഇൻ ദാറ്റ് മൊബൈൽ ഫോൺ? ആ മൊബൈൽ ഫോണിൽ ഇതിന് മാത്രം എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു. എന്താണ് പ്രത്യേകത, അതിലെന്താ ഉള്ളത് എന്ന് ചോദിച്ചു. വൈ ദ ഹോൾ വേൾഡ് സീംസ് സോ ബോറിംഗ് ടു യു? എന്നിട്ട് ചോദിക്കണേ, എന്തുകൊണ്ടാണ് ദ ഹോൾ വേൾഡ്, അതായത് ഈ ലോകം മുഴുവൻ, സീംസ്, കാണപ്പെടുന്നു, സോ ബോറിങ്, നിനക്ക് ഭയങ്കര ബോറിങ് ടു യു, നിനക്ക് ഈ മൊബൈൽ ഫോൺ സ്പെഷ്യലും ഈ ലോകം മുഴുവൻ ബോറിംഗ് ആയിട്ട് നിനക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അർജുൻ ഡിഡ് നോട്ട് ആൻസർ. അർജുനൊന്നും മിണ്ടിയില്ല, ഉത്തരം പറഞ്ഞില്ല. ഹി വാസ് എംബാരസ്ഡ്. അവനിങ്ങനെ മരവിച്ച പോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. ദ നെക്സ്റ്റ് ഡേ മിസ് നന്ദിനി ടുക്ക് ഹിം ടു ദ സ്കൂൾ സയൻസ് ക്ലബ്. അപ്പം നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, മിസ് നന്ദിനി ടുക്ക് ഹിം, അവനെ എങ്ങോട്ട് കൊണ്ടുപോയി? ടു ദ സ്കൂൾ സയൻസ് ക്ലബ്. അപ്പോൾ സ്കൂളിലെ സയൻസ് ക്ലബിലേക്ക് കൊണ്ടുപോയി. ട്രൈ ദിസ്, ഇത് നോക്ക്, ശ്രമിച്ചു നോക്ക്. ഷീ സെഡ്, അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇതൊന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഗീവിങ് ഹിം എ സ്മോൾ മോട്ടർ ആൻഡ് എ ഫ്യൂ വയേഴ്സ്. അപ്പോൾ ഗീവിങ് ഹിം, അവന് കൊടുത്തു എ സ്മോൾ മോട്ടർ, ഒരു ചെറിയ മോട്ടറും കുറച്ച് വയേഴ്സും കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ബിൽഡ് എ ഗെയിം ഓഫ് യുവർ ഓൺ വിത്ത് ദിസ്. എന്നിട്ട് പറയാണ്, ബിൽഡ് എ ഗെയിം ഓഫ് യുവർ ഓൺ വിത്ത് ദിസ്, ഇത് വെച്ച് നീ സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടാക്കി നോക്ക് എന്ന് പറഞ്ഞു. അർജുൻ ബിഗാൻ ടു ലേൺ വാട്ട് ടു ഡു വിത്ത് ദ മോട്ടർ, വയേഴ്സ് ആൻഡ് സം ടൂൾസ്. അപ്പോൾ അർജുൻ എന്ത് ചെയ്തു? അർജുൻ ബിഗാൻ, തുടങ്ങി, ടു ലേൺ, പഠിക്കാൻ തുടങ്ങി, വാട്ട് ടു ഡു വിത്ത് ദ മോട്ടർ, അപ്പോൾ എന്ത് ചെയ്യണം ആ മോട്ടർ, പിന്നെന്താണ് വയറുകൾ, പിന്നെ കുറച്ച് ടൂൾസൊക്കെ വെച്ചിട്ട് അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പഠിക്കാൻ തുടങ്ങി. ഗ്രാജുവലി, പതുക്കെ തിങ്സ് ചേഞ്ച്ഡ്, വീണ്ടും അഗെയിൻ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു.
His fingers that once tapped the mobile phone screens now started building tiny robots. അപ്പോൾ ഹിസ് ഫിംഗേഴ്സ് അവൻ്റെ വിരലുകൾ ദാറ്റ് വൺസ് ടാപ്ഡ് ഓൺ മൊബൈൽ സ്ക്രീൻസ്. അപ്പോൾ മൊബൈൽ സ്ക്രീനുകളിൽ ടാപ്പ് ചെയ്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ ചെയ്തിരുന്ന അവൻ്റെ കൈകൾ സ്റ്റാർട്ടഡ് തുടങ്ങി, നൗ ഇപ്പോൾ തുടങ്ങി ബിൽഡിംഗ് ടൈനി റോബോട്ട്സ്. അപ്പോൾ ചെറിയ റോബോട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഹിസ് സ്ലീപ്പി ഐസ് സ്പാർക്കിൾഡ് അഗെയിൻ വിത്ത് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ഹിസ് സ്ലീപ്പി ഐസ്, അപ്പോൾ അതായത് അവൻ്റെ ആ സ്ലീപ്പി ഐസ് ഉറങ്ങിയ കണ്ണുകൾ എന്താണ് സ്പാർക്കിൾഡ്, ഉറങ്ങിക്കിടന്ന കണ്ണുകൾ സ്പാർക്കിൾഡ് എന്ന് വെച്ചാൽ ഒരു സ്പാർക്ക് ഉണ്ടായി. എഗെയിൻ വീണ്ടും വിത്ത് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ എന്താ സക്സസ്, വിജയവും സന്തോഷവും ഒക്കെ കൂടെ കൊണ്ടുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? ഫ്രം മോർണിംഗ് ടു നൈറ്റ് അർജുൻ ലവ് ടു ഡാഷ്. എന്താണ്? അപ്പോൾ ഫ്രം മോർണിംഗ് ടു നൈറ്റ്, അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ അർജുൻ ലവ് ടു. അപ്പോൾ അർജുൻ ഇഷ്ടപ്പെട്ടു. എന്തിനാണ്? നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു ഇവിടെ ആ പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഫ്രം മോർണിംഗ് ടു നൈറ്റ് അർജുൻ വാസ് എൻഗേജ്ഡ് ഇൻ ഓൺലൈൻ ഗെയിംസ് ആൻഡ് വീഡിയോസ് ഇൻ സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ വീഡിയോസും ഗെയിംസിലും ഒക്കെ ഏർപ്പെട്ടിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കാം അതുണ്ടോ എന്ന്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? റീഡ് സ്റ്റോറി ബുക്സ്. സ്റ്റോറി ബുക്സ് കഥാപുസ്തകങ്ങൾ വായിക്കുന്നു എന്നാണോ? അല്ല, തെറ്റാണ്, റോങ് ആണത്. ബി വാച്ച് ടി വി ഷോസ് കാണുന്നതാണോ? അതും റോങ് ആണ്. അപ്പോൾ സി എന്താണ്? പ്ലേ ഓൺലൈൻ ഗെയിംസ് ആൻഡ് വാച്ച് വീഡിയോസ് അല്ലേ, അതല്ലേ നമ്മളവിടെ പറഞ്ഞ. അപ്പോൾ ശരിയാണ്, ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ളത്. പ്ലേ ഓൺലൈൻ ഗെയിംസ് ആൻഡ് വാച്ച് വീഡിയോസ്. അപ്പോൾ ഓൺലൈൻ ഗെയിംസും പിന്നെ വീഡിയോസൊക്കെ കാണുക എന്നുള്ളതായിരുന്നു അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് മിസ് നന്ദിനി ഗീവ് അർജുൻ ഇൻ ദ സയൻസ് ക്ലബ്? അപ്പോൾ വാട്ട് ഡിഡ് എന്താണ് നന്ദിനി ടീച്ചർ എന്താണ് ഗീവ് അർജുൻ ടു ദ സയൻസ് ക്ലബ്. അപ്പോൾ സയൻസ് ക്ലബ്ബിൽ കൊണ്ടുപോയി എന്ത് കൊടുത്തു എന്ന് പറഞ്ഞില്ല, അതെന്താണെന്നാണ് ചോദിക്കുന്നത്. മൊബൈൽ ഫോൺ, ഒരു മൊബൈൽ ഫോൺ ആണോ? അല്ല. അപ്പോൾ നമുക്കിതെന്താണ്? നമുക്കിവിടെ ഈ പേരയിൽ അത് ഞാൻ റെഡിങ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ദ നെക്സ്റ്റ് ഡേ മിസ് നന്ദിനി ടു ഹിം ടു ദ സ്കൂൾ സയൻസ് ക്ലബ് എന്ന് പറഞ്ഞ് ട്രൈ ദിസ് എന്ന് പറഞ്ഞ് എന്താണ് ഗീവിങ് ഹിം എ സ്മാൾ മോട്ടർ ആൻഡ് എ ഫ്യൂ വയേഴ്സ് അല്ലേ, അത്രയാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കണം. ബി സ്റ്റോറി ബുക്കാണോ? അല്ല. സി എ പെയിൻറ്റിങ് സെറ്റാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി എ സ്മാൾ മോട്ടർ ആൻഡ് എ ഫ്യൂ വയേഴ്സ്, ഒരു ചെറിയ മോട്ടറും പിന്നെ കുറച്ച് വയേഴ്സും ആണ് കൊടുത്തത്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. സം വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ് ആർ ഗിവൻ ഇൻ പെയർസ്. സെലക്ട് ദ ഇൻകറക്റ്റ് പെയർ. അപ്പോൾ സം വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്, അപ്പോൾ കുറച്ച് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും പെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ദ ഇൻകറക്റ്റ് പെയർ, അതിൽ നിന്ന് ശരിയല്ലാത്ത പെയർ ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ശരിയല്ലാത്തത്, ശരിയായിട്ടുള്ളതല്ല, ഇൻകറക്റ്റ്, ശരിയല്ലാത്ത പെയർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എ ഫണ്ണി ഹ്യൂമറസ്. അതെ, ശരിയല്ലേ. ഫണ്ണി എന്ന് പറഞ്ഞാൽ തമാശ, ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ തമാശപരമായിട്ടുള്ള. ഓക്കെ, അടുത്ത ബി ടൈനി. ടൈനി എന്ന് വെച്ചാൽ എന്താണ്? നേരിയ, ചെറിയ എന്നൊക്കെ ഉള്ളത്. വെരി ബിഗ് എന്ന് വെച്ചാൽ എന്താണ്? വലിയത്. അപ്പോൾ നമുക്ക് രണ്ടും സെയിം അർത്ഥമാണോ തരുന്നത്? അല്ല. അപ്പോൾ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് സ്പാർക്കിൾ എന്താണെന്ന് വെച്ചാൽ ടിങ്കിൾ, നമുക്കൊരു സ്പാർക്കിൾ ടിങ്കിൾ ഇങ്ങനെ, അത് ശരിയാണ്. പിന്നെ ഡി ഗ്രാജുവലി, പതുക്കെ, സ്ലോലി, അപ്പോൾ അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ശരിയല്ലാത്ത ആൻസർ ഓപ്ഷൻ ബി ടൈനി, വെരി ബിഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ചേഞ്ചസ് വാസ് സീൻ ഇൻ അർജുൻ വെൻ ഹി ഗോട്ട് ദ മോട്ടർ ആൻഡ് ടൂൾസ്. വാട്ട് ചേഞ്ചസ് എന്തൊക്കെ മാറ്റങ്ങളാണ് വാസ് സീൻ കാണപ്പെട്ടത് ഇൻ അർജുനിൽ കാണപ്പെട്ടത് വെൻ ഹി ഗോട്ട് ദ മോട്ടർ ആൻഡ് ടൂൾസ്. അപ്പോൾ അവന് മോട്ടറും ടൂൾസും ഒക്കെ കിട്ടിയപ്പോൾ എന്ത് മാറ്റങ്ങളാണ് കാണപ്പെട്ടത്? എന്താണ് നമ്മളവിടെ പഠിച്ചു? എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞായിരുന്നു? അർജുൻ ബിഗാൻ ടു ലേൺ വാട്ട് ടു ഡു വിത്ത് ദ മോട്ടർ ആൻഡ് വയേഴ്സ് ആൻഡ് സം ടൂൾസ്. ഗ്രാജുവലി തിങ്സ് ചേഞ്ച്. ഹിസ് ഫിംഗേഴ്സ് ദാറ്റ് വൺസ് ടാപ്പ് ദ മൊബൈൽ സ്ക്രീൻ നൗ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ടൈനി റോബോട്ട്സ്. അപ്പോൾ അവൻ ആക്റ്റീവായി എന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ഹി ബിക്കെയിം ടയേർഡ് ആൻഡ് ഡൾ. അവൻ വളരെ ക്ഷീണിച്ചു, ഡള്ളായിത്തീർന്നു, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ബി ഹി ബിക്കെയിം ആക്റ്റീവ് ആൻഡ് ക്യൂരിയസ് അഗൈൻ. അല്ലേ, അത് ശരിയല്ലേ. അവൻ വീണ്ടും ആക്റ്റീവും ആയി, പിന്നെ ക്യൂരിയസ്, അതിനെക്കുറിച്ച് എങ്ങനെ റോബോട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായി. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ഹി ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ് ആണോ? അതല്ല. ഹി ഫെൽ ബോറിംഗ് ആയിട്ട് തോന്നിയോ? ഇല്ല. അപ്പോൾ ആൻസർ ബി ഹി ബിക്കെയിം ആക്റ്റീവ് ആൻഡ് ക്യൂരിയസ് അഗൈൻ. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. എന്തൊക്കെയാണ് പ്രസ്താവനകൾ തന്നിട്ട്? ഒന്ന്, അർജുൻ വാസ് അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺ. അർജുൻ എന്താണ്? മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിരുന്നു. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്?
നന്ദിനി ടീച്ചർ സ്കോൾഡഡ് അർജുൻ ഫോർ നോട്ട് ഡൂയിങ് ഹോംവർക്ക്. അപ്പം നന്ദിനി ടീച്ചർ അർജുനെ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു. എന്തിനാണ്? ഹോംവർക്ക് ചെയ്യാത്തതിന്. ശരിയാണോ? തെറ്റല്ലേ അത്? നന്ദിനി ടീച്ചർ വഴക്ക് പറഞ്ഞു അർജുനെ ഹോംവർക്ക് ചെയ്യാത്തതിന്. ഇല്ല, അപ്പം അത് തെറ്റാണ്. അടുത്ത മൂന്നാമത്തെ എന്താ? അർജുൻ ലേൺ ഹൗ ടു മേക്ക് ടൈനി റോബോട്ട്സ്. അർജുൻ പഠിച്ചു എങ്ങനെയാണ് ടൈനി റോബോട്ട്സ്, ചെറിയ റോബോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർത്ത് വൺ എന്താണ്? നന്ദിനി ടീച്ചർ ബ്രോട്ട് അർജുൻ ബാക്ക് ടു ഹിസ് സ്റ്റഡീസ്. നന്ദിനി ടീച്ചർ അർജുനെ അവൻ്റെ സ്റ്റഡീസിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1 പറഞ്ഞു ശരിയാണെന്നല്ലേ, പിന്നെ 3, 4. ഓക്കെ, 1, 3, 4. 2 റോങ് ആണ്. അപ്പോൾ നമുക്ക് 2 തെറ്റായിട്ടുള്ള എല്ലായിടത്തും കളയാം. അപ്പോൾ ആൻസർ നമുക്ക് 1, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ എന്ന് വെച്ചാൽ സംഭാഷണം. ഓക്കെ, രഞ്ജീസ് ബാറ്റിംഗ് ലെഡ് ഹിസ് ടീം ടു വിക്ടറി ഇൻ മെനി മാച്ചസ്. അപ്പോൾ രഞ്ജീസ് ബാറ്റിംഗ്, അപ്പോൾ രഞ്ജിയുടെ ബാറ്റിംഗ് ലെഡ് നയിച്ചു ഹിസ് ടീം, അവൻ്റെ ടീമിനെ ടു വിക്ടറി ഇൻ മെനി മാച്ചസ്. അപ്പോൾ ധാരാളം കളികളിൽ അവരുടെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് നമ്മുടെ രഞ്ജിയാണ്. ഗ്രാജുവലി ഹി ബിക്കേം എ ഫേമസ് ബാറ്റ്സ്മാൻ. അപ്പോൾ ഗ്രാജുവലി പയ്യെ എന്താണ്, അവനെന്തായ രഞ്ജി ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ബാറ്റ്സ്മാനായി. ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, കുറേ മാസങ്ങൾക്ക് ശേഷം രഞ്ജി മെറ്റ് ഹിസ് ഓൾ ടീം മെമ്പർ ഭീം. അപ്പോൾ കുറച്ച് മാസത്തിന് ശേഷം രഞ്ജി എന്ത് ചെയ്തു? മെറ്റ് എന്ന് വെച്ചാൽ കണ്ടു, അല്ലെങ്കിൽ കണ്ടുമുട്ടി ഹിസ് ഓൾ ടീം മെമ്പർ ഭീം. നമുക്ക് ഓർമ്മയുണ്ടോ? ഭീമിനെ ഹോസ്പിറ്റലിൽ ഇഞ്ചുറി ആയി, ഹോസ്പിറ്റൽ ആ ചാപ്റ്റർ വായിച്ചാൽ മനസ്സിലാക്കും അല്ലേ? രഞ്ജീസ് മാജിക് ബാറ്റിൽ പേജ് നമ്പർ 100 പോകുമ്പോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു, അവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭീമിന് വയ്യാണ്ടായി, അപ്പോൾ ഇഞ്ചുറി ആയപ്പോൾ നമ്മുടെ രഞ്ജി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് ബസ്സിൽ വെച്ച് ബാറ്റൊക്കെ മറന്നുപോയത് അല്ലേ? അപ്പോൾ അത് ആ സംഭവം. അപ്പോൾ അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം രഞ്ജി മെറ്റ് ഹിസ് ഓൾ ടീം മെമ്പർ ഭീമിനെ കാണുന്നു. ദേ ടോക്ക്ഡ് അബൌട്ട് ദ ക്രിക്കറ്റ് മാച്ചസ് ദേ പ്ലേഡ്, ദ മാജിക് ബാറ്റ് ആൻഡ് മെനി അതർ തിങ്സ്. അപ്പോൾ അവർ ഒരുപാട് ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ചും ദേ പ്ലേഡ് ക്രിക്കറ്റ് മാച്ച്, അവർ കളിച്ച ആ മാച്ചിനെ കുറിച്ചും പിന്നെ മാജിക് ബാറ്റിനെ കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ രഞ്ജി ആൻഡ് ഭീം. അങ്ങനെയാണെങ്കിൽ രഞ്ജിയും ഭീമും തമ്മിൽ സംസാരിക്കാൻ ഇടയായിട്ടുള്ള ആ ഒരു സംഭാഷണം നമ്മൾ എഴുതാനാണ് പറയുന്നത്. റൈറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ചസ്. അപ്പോൾ ഒരു മിനിമം 5 എക്സ്ചേഞ്ച് വേണം. അതായത് ഒരാൾ ചോദിക്കുന്നു, അടുത്ത ഉത്തരം പറയുന്നത്, അത് ഒരു എക്സ്ചേഞ്ച്. അങ്ങനെ അത്തരത്തിൽ 5 എക്സ്ചേഞ്ച് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ തുടങ്ങാം നമുക്ക്? അപ്പോൾ അവർ കളിച്ച ആ മാച്ചിനെ കുറിച്ച് പറയണം, മാജിക് ബാറ്റിനെ ഉൾപ്പെടുത്തണം, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ കളിച്ച മാച്ച് ഏതായിരുന്നു? ലാസ്റ്റ് കളിച്ചത് അല്ലേ? അപ്പോൾ അതിൽ ഇഞ്ചുറി പറ്റി, അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ച് ഞാനൊരു റഫ് മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഓക്കെ, ബി ഹലോ രഞ്ജി, ലോങ് ടൈം നോ സീ. അപ്പോൾ എന്താണ്? ഹലോ രഞ്ജി, കുറേ കാലമായല്ലോ കണ്ടിട്ട് എന്ന് പറയണം. അപ്പോൾ രഞ്ജി എന്ത് പറയാം? ഭീം, ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ? ഭീം, ഇപ്പം എങ്ങനെയുണ്ട് നിൻ്റെ ആരോഗ്യം? ഇപ്പം എങ്ങനെയുണ്ട്? എന്ന് ഇഞ്ചുറി പറ്റിപ്പോയതാ അല്ലേ? അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ ഭീം പറയാം, മൈ ഹെൽത്ത് ഈസ് ബെറ്റർ നൗ രഞ്ജി. അപ്പോൾ പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഹെൽത്ത് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് കുഴപ്പമൊന്നുമില്ല, ഫൈനാണ് എന്ന് പറയും. അപ്പോൾ രഞ്ജി പറയും, ഐ ടുക്ക് യു ടു ദ ഹോസ്പിറ്റൽ വെൻ യു വെയർ ഇൻജേർഡ് ഇൻ ദ മാച്ച്. അപ്പോൾ എന്താ പറഞ്ഞത്? ഐ ടുക്ക് യു ടു ദ ഹോസ്പിറ്റൽ, ഞാനാണ് നിന്നെ അന്ന് ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയത്. വെൻ യു വെയർ ഇൻജേർഡ് ഇൻ ദ മാച്ച്. അപ്പോൾ ഇൻജേർഡ് എന്ന് വെച്ചാൽ മുറി വരെ, അന്നത്തെ കളിയിൽ പരിക്കേറ്റപ്പോൾ ഞാനാണ് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്ന് രഞ്ജി പറയുകയാണ്. അപ്പോൾ ഭീം പറയണ്, യെസ് യു ഹാവ് ഹെൽപ്പ് മീ റീച്ച് ദ ഹോസ്പിറ്റൽ ആഫ്റ്റർ മൈ ഇഞ്ചുറി. അപ്പോൾ എന്താണ്? യെസ്, അതെ, നീ എന്നെ സഹായിച്ചു. അപ്പോൾ എൻ്റെ ആ പരിക്കിന് ശേഷം നീയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, നീ എന്നെ സഹായിച്ചു, അതെ എനിക്കറിയാം എന്ന് പറയാം. അപ്പോൾ രഞ്ജി പറയാം, ഐ ലെഫ്റ്റ് മൈ മാജിക് ബാറ്റ് ഓൺ ദ ബസ് ബിക്കോസ് ഐ വാസ് വറീഡ് അബൌട്ട് യു. ഐ ലെഫ്റ്റ് മൈ മാജിക് ബാറ്റ് ഓൺ ദ ബസ്. അപ്പോൾ ആ ബസ്സിൽ ഞാൻ എൻ്റെ ആ മാജിക് ബാറ്റില്ലേ അതവിടെ ഇട്ടിട്ട് പോയി. ബിക്കോസ് എന്തെന്ന് വെച്ചാൽ ഐ വാസ് വറീഡ് അബൌട്ട് യു, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആ വിഷമത്തിൽ ഞാൻ എൻ്റെ മാജിക് ബാറ്റ് അവിടെ ഉപേക്ഷിച്ചു എന്നാണ് രഞ്ജി പറയുന്നത്. അപ്പോൾ ഭീം എങ്ങനെ പറയാം? ഐ അണ്ടർസ്റ്റാൻഡ് യു ലോസ്റ്റ് യുവർ ബാറ്റ് വൈൽ ടേക്കിംഗ് മീ ടു ദ ഹോസ്പിറ്റൽ. അതെ, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിഞ്ഞു നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്ക് നിൻ്റെ മാജിക് ബാറ്റ് പോയ കാര്യം എന്ന് പറഞ്ഞു. അപ്പം രഞ്ജി എന്ത് പറയാം? ഐ ഫോർഗോട്ട് വിച്ച് ബസ് വി യൂസ്ഡ് ആൻഡ് നൗ ദ ബാറ്റ് ഈസ് ലോസ്റ്റ്. ഐ ഫോർഗോട്ട്
ഞാൻ മറന്നുപോയി. വിച്ച് ബസ് വി യൂസ്ഡ്, നമ്മൾ അന്ന് ഏത് ബസ്സിലാണ് പോയത് അല്ലെങ്കിൽ ഏത് ബസ്സാണ് ഉപയോഗിച്ചതെന്നുള്ള കാര്യം ഞാൻ മറന്നു. ആൻഡ് നൗ ദ ബാറ്റ് ഈസ് ലോസ്റ്റ്, ഇപ്പോൾ നമ്മുടെ ബാറ്റ് നഷ്ടമായിരിക്കുകയാണ്. ഭീം പറയാം വി വിൽ ലുക്ക് ഫോർ ദ ബാറ്റ് ലേറ്റർ രഞ്ജി. വിഷമിക്കേണ്ട, വി വിൽ ലുക്ക്, നമുക്ക് നോക്കാം. നമ്മൾ ഇതിന് ശേഷം നമുക്ക് നോക്കിയോ, ഇതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇതിന് ശേഷം എന്താണ് നമുക്ക് മാജിക് ബാറ്റിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാം, വിഷമിക്കേണ്ടെന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോൾ രഞ്ജി അപ്പോൾ പറയാണ് ഐ ആം ഗ്ലാഡ് യു ആർ ഫൈൻ നൗ ഭീം. പക്ഷെ ഞാൻ സന്തോഷമാണ്, നീ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നെന്ന് അറിഞ്ഞല്ലോ. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാണ് ആ ഒരു കോൺവെർസേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അപ്പം എന്താണ് ക്യാരക്ടർ സ്കെച്ച് എന്ന്? ക്യാരക്ടർ സ്കെച്ച് നമ്മൾ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കഥാപാത്ര നിരൂപണം അല്ലേ. അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ക്യാരക്ടർ സ്കെച്ച്. അതിന് ഇംഗ്ലീഷിലോട്ട് എഴുതുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് അവരുടെ സവിശേഷതയും എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, ആ കഥാസന്ദർഭത്തിൽ എങ്ങനെ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു, മാനസികാവസ്ഥ എങ്ങനെയാണ്, വേഷം, അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളതായിരുന്നു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? റീഡ് ദ ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്. അപ്പോൾ റീഡ് ദ ഇൻസ്റ്റൻസസ്, അപ്പോൾ കുറച്ച് സംഭവങ്ങൾ വായിക്കാനാണ്. ഫ്രം ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്, നമ്മൾ ആദ്യം പഠിച്ചു എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞൊരു കഥ പഠിച്ചില്ലേ. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? ഫ്രം ദീസ് ഇൻസ്റ്റൻസസ്, അപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ദ പേഴ്സണൽ ട്രെയ്റ്റ്സ് ഓഫ് റിക്കി. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്റ്റോറി എന്ന് പറഞ്ഞ് ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട് ഒരു ടേബിളിനകത്ത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് റിക്കിയുടെ പേഴ്സണൽ ട്രെയ്റ്റ്സ്, അപ്പോൾ അതിൽ നിന്ന് റിക്കി ആ സന്ദർഭങ്ങളിലൂടെ റിക്കിയുടെ വ്യക്തിപരമായി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതാനാണ്. എന്നിട്ട് പറയുവാണ് ഡെവലപ്പ് ദം ഇൻ ടു എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിക്കി. അത് എഴുതിയിട്ട് അതിനെ ഒരു ക്യാരക്ടർ സ്കെച്ച് ആക്കണം. കഥാപാത്രം അത് ആദ്യം നമ്മൾ പേഴ്സണൽ ട്രെയ്റ്റ്സ് എഴുതുക, എന്നിട്ട് അതിനെ എന്താണ് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കാം. ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്റ്റോറി, പേഴ്സണൽ ട്രെയ്റ്റ്സ്. അപ്പൊ സന്ദർഭങ്ങൾ പറയാൻ നമ്മൾ അതിൽ നിന്ന് റിക്കിയുടെ ഏത് സ്വഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അപ്പോൾ അവൻ എറിഞ്ഞു ഹിസ് ബിലോങ്ങിങ്സ്, അതായത് അവൻ്റെ സാധനങ്ങൾ, ഇപ്പോൾ ഡ്രസ്സായിക്കോട്ടെ ബുക്കായിക്കോട്ടെ, അവൻ്റെ സാധനങ്ങളെല്ലാം ത്രൂ എറിഞ്ഞിരിക്കണം ഓൾ ഓവർ ദ പ്ലേസ്. അപ്പോൾ ആ സ്ഥലത്ത് വീടിൻ്റെ എല്ലായിടത്തും ഇങ്ങനെ വലിച്ചു വാരി എറിയുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ അതെന്ത് സ്വഭാവമാണ് റിക്കിയുടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? കെയർലെസ് ആൻഡ് അൺടൈഡി അല്ലേ, ഒരു ശ്രദ്ധയും ഇല്ല, പിന്നെ അൺടൈഡി, ഒരു വൃത്തിയില്ലാത്തവരാണ് അല്ലെ, അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്തവനാണ് റിക്കി എന്ന് കാണിക്കുന്നു. ഇനി അടുത്ത് എന്താ പറയുന്നത്? റിക്കി വാസ് എക്സൈറ്റഡ് വെൻ ഹി ഗോട്ട് എ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ റിക്കി വാസ് എക്സൈറ്റഡ്, റിക്കിക്ക് ഭയങ്കര എന്താണ് അതിശയമായിരുന്നു അല്ലെങ്കിൽ ഒരു ആകാംക്ഷയാണ്. വെൻ ഹി ഗോട്ട് എ ബട്ട്ലർ റോബോട്ട്, അപ്പോൾ അവന് ആ ബട്ട്ലർ റോബോട്ടിനെ കിട്ടിയപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി, ഓ വാവ് എന്നുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഏത് പേഴ്സണൽ ട്രെയ്റ്റ്സ്? നമുക്ക് എന്താണ് എന്തൂസിയാസ്റ്റിക് പറയാം അല്ലേ, നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ, ഓ വാവ് എന്നുള്ളൊരു ഭയങ്കര ഒരു ത്രില്ലിംഗ് മോഡ്. ഈഗർ, ആകാംക്ഷയുള്ളത്, എങ്ങനെയായിരിക്കും ഈ റോബോട്ട്, എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന, അങ്ങനത്തെ ഉള്ളൊരു മോഡായിരിക്കും. അത് നമുക്ക് എഴുതാം. എന്തൂസിയാസ്റ്റിക് അല്ലെങ്കിൽ ഈഗർ എന്ന് എഴുതാം അല്ലേ. അടുത്ത് റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ റോബോട്ട്. ഈവൻ എന്നിരുന്നാലും റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ആയി എന്ന് വെച്ചാൽ ഒരു സംശയാസ്പദമായ സംശയ കണ്ണുകൾ ഈ റോബോട്ടിന്മേൽ ഉണ്ട് റിക്കിക്ക്. അപ്പോൾ അത് ഏത് പേഴ്സണൽ ട്രെയ്റ്റ്സിനെ കാണിക്കുന്നത്? സ്കെപ്റ്റിക്കൽ ഓർ ഒബ്സർവൻ്റ് എന്ന് എഴുതാം അല്ലെ. റിക്കിയുടെ ഏത് സ്വഭാവമാണ്? സ്കെപ്റ്റിക്കൽ എന്ന് വെച്ചാൽ നമുക്ക് സ്നേഹമാണ്, പക്ഷെ എന്നാലും നമ്മളൊരു സംശയത്തോടെ നോക്കത്തില്ലേ, അപ്പോൾ ഒരു സംശയാസ്പദമായി നോക്കുന്നത്. ഒബ്സർവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിരീക്ഷകൻ, നമ്മൾ നല്ല നിരീക്ഷണ പാഠമുള്ളവരെയാണ് ഒബ്സർവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ റിക്കി ഇവിടെ ഒബ്സർവറാണ്, ഓരോ ചലനങ്ങളെയും സംശയത്തോടെ നോക്കിക്കാണുന്നു. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെന്തെഴുതാം? ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദ റോബോട്ട് ഹി ആർഗ്യൂഡ് വിത്ത് ഹിസ് ഫാദർ. അപ്പോൾ എന്താണ്, എനിക്ക് റോബോട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. ഹി ആർഗ്യൂഡ്, അപ്പോൾ അവിടെ എന്താണ് അച്ഛനുമായിട്ട് വഴക്കിടുന്ന സന്ദർഭങ്ങളൊക്കെ കഥയിലുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് എന്താണ് പറയുന്നത്? സ്റ്റബേൺ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വാശി പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പൊട്ടിപ്പുറപ്പെടുക, ഡിമാൻഡിങ്, ആവശ്യപ്പെടുക, അങ്ങനെയൊക്കെ. അപ്പോൾ സ്റ്റബേൺ അല്ലെങ്കിൽ ഡിമാൻഡിങ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം.
പിന്നെന്താണ് അടുത്ത വാക്ക്? റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ്. അപ്പോൾ എന്താണ്? റിക്കി പിന്നെയും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു ടു ഹിസ് പാരൻസ്, അവൻ്റെ പാരൻസിനോട്, രക്ഷകർത്താക്കളെ, അബൌട്ട് ദ റോബോട്ട്. അപ്പോൾ ഈ റോബോട്ടിനെ കുറിച്ച് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതെന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ ദേഷ്യം പരാതി പറഞ്ഞിരിക്കുന്നത്? കംപ്ലൈനിങ് അല്ലേ? പരാതിപ്പെടുക, അല്ലെങ്കിൽ ഇംപേഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്ഷമയില്ലാത്ത, ഒന്നിലും തൃപ്തിയില്ലാത്ത, എപ്പോഴും പരിഭവങ്ങളുള്ള, അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ട്രെയ്റ്റാണിത്. ഫൈനലി റിക്കി കെപ്റ്റ് തിങ്സ് ടൈഡി ഇൻ ഹിസ് ഹൗസ്. ഫൈനലി അവസാനം റിക്കി കെപ്റ്റ് തിങ്സ്, അപ്പോൾ സൂക്ഷിച്ചു, അവൻ്റെ വസ്തുക്കളൊക്കെ, അതിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു. ടൈഡി ഇൻ ഹിസ് ഹൗസ്, അവൻ്റെ വീട്ടിൽ വൃത്തിയോടെ സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലൂടെ അവൻ്റെ എന്ത് സ്വഭാവം കാണിക്കുന്ന? ഒരു റെസ്പോൺസിബിളായി അല്ലേ? ഒരു ഉത്തരവാദിത്വ ബോധമുള്ള, നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലൂടെ റിക്കിയുടെ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ്, നമ്മൾ നല്ല സ്വഭാവത്തിന് അടിമയായി എന്നുള്ള ഒരു ഡിസിപ്ലിൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പേഴ്സണൽ ട്രെയ്റ്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾ കോളം വരച്ച് എഴുതുക. ഇനി എന്നിട്ട് ക്യാരക്ടർ സ്കെച്ച്, കഥാപാത്രം, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിക്കി എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തു. എന്നിട്ട് എന്താണ്? റിക്കി ഈസ് എ യങ് ബോയ് ഓഫ് 11. അപ്പോൾ ഇത് ഇവിടെ തന്നിട്ടില്ല, ഞാൻ അതൊരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടല്ലോ നമ്മുടെ റിക്കി ഒരു 11 വയസ്സുള്ള കുട്ടിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തതാണ്. അപ്പോൾ റിക്കി ഈസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള ഒരു കുഞ്ഞ് ആൺകുട്ടിയാണ് നമ്മുടെ റിക്കി. ഹീ ഈസ് കെയർലെസ് ആൻഡ് അൺടൈഡി, സ്കാറ്ററിങ് ഹിസ് തിങ്സ് എവ്രിവെയർ. അപ്പോൾ ഹീ ഈസ് കെയർലെസ്, അവനൊരു ശ്രദ്ധയും ഇല്ലാത്ത, അൺടൈഡി പിന്നെ വൃത്തിയും ഇല്ലാത്ത, പിന്നെ സ്കാറ്ററിങ് ഹിസ് തിങ്സ് എവ്രിവെയർ. അപ്പോൾ സ്കാറ്ററിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുവാണ്. ഹിസ് തിങ്സ്, അവൻ്റെ വസ്തുക്കളൊക്കെ ആണ്, ബുക്കായിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ എല്ലാം, അവൻ്റെ വസ്തുക്കളെല്ലാം ഇങ്ങനെ എവ്രിവെയർ എല്ലായിടത്തും ഇങ്ങനെ ചിതറി കിടക്കുവാണ്. ഹീ ഈസ് എന്തൂസിയാസ്റ്റിക് അബൌട്ട് ന്യൂ തിങ്സ്. അവൻ ആണ് ഹീസ് എന്തൂസിയാസ്റ്റിക് അബൌട്ട് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഭയങ്കര ആകാംക്ഷയുള്ളവനാണ്. ലൈക്ക് ഹിസ് എക്സൈറ്റ്മെൻറ്റ് ഓവർ റിസീവിങ് എ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ ആ ബട്ട്ലർ റോബോട്ടിനെ കിട്ടിയപ്പോൾ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഉത്സാഹം അതിനെക്കുറിച്ച് അറിയാനുള്ള, അതുപോലെ ഒരാകാംക്ഷയുള്ളത് കൊണ്ടാണ് അവന് ആകാംക്ഷയുള്ളതെന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ നല്ലൊരു ആകാംക്ഷയുള്ള ആളെന്ന് പറയുന്നത്. ബട്ട് ഹി ഓൾസോ ബിക്കംസ് സ്കെപ്റ്റിക്കൽ ആൻഡ് ഒബ്സർവ്. പക്ഷേ അവൻ അതും കൂടിയാണ് ബിക്കംസ് സ്കെപ്റ്റിക്കൽ. അവന് ഒരു സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ നിരീക്ഷണ പാഠവുമുള്ള ഒരാൾ കൂടെയാണ് ആര്? നമ്മുടെ റിക്കി. ക്വസ്റ്റ്യനിങ് ദ റോബോട്ട്സ് ബിഹേവിയർ. അങ്ങനെ ആ നിരീക്ഷണ പാഠത്തിലൂടെ അവൻ ഈ റോബോട്ടിൻ്റെ പെരുമാറ്റത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഹി ക്യാൻ ബി ഡിമാൻഡിങ് ആൻഡ് സ്റ്റബേൺ, arguing with his father to get rid of the robot, and often complains to his parents about it. Okay, he can be demanding. അവന് അവന് എപ്പോഴും ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ച് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഡിമാൻഡ് ചെയ്യും, ഇന്ന് വേണം, ഇന്നത് ചെയ്യണം, ഇങ്ങനെയാണെന്നൊക്കെ ഡിമാൻഡിങ് ക്യാരക്ടറാണ്. ആൻഡ് സ്റ്റബേൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാത്തിനെയും ഒരു സംശയത്തോടെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഉള്ള ഒരു ആർഗ്യൂയിങ്, അങ്ങനെ ദേഷ്യം വന്നിട്ട് ആർഗ്യൂയിങ് എന്ന് വെച്ചാൽ വഴക്കിടും. വിത്ത് ഹിസ് ഫാദർ, അവൻ്റെ അച്ഛനുമായിട്ട് വഴക്കിടും. ടു ഗെറ്റ് റിഡ് ഓഫ് ദ റോബോട്ട്, എന്തിനു വേണ്ടിയിട്ട്? ആ റോബോട്ടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓഫൺ കംപ്ലൈൻസ്, പലപ്പോഴും കംപ്ലൈൻസ് പരാതിപ്പെടുന്നു. ടു ഹിസ് പാരൻസ്, അവൻ്റെ രക്ഷകർത്താക്കളോട് അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് എപ്പോഴും പരാതിപ്പെടുന്നുണ്ട്. ഇവഞ്ച്വലി അവസാനം എന്താണ്? പയ്യെ ഹീ ലേൺസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവൻ പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഉത്തരവാദിത്വവും ബിക്കംസ് ഡിസിപ്ലിൻഡ്. പിന്നെ അവൻ നല്ല മര്യാദയുള്ള, ഒരു അടുക്കും ചിട്ടയുള്ള ഒരു കുട്ടിയായി ആയിത്തീരുന്നു. കീപ്പിംഗ് ഹിസ് ഹൗസ് ടൈഡി, അങ്ങനെ അവൻ്റെ വീട് നല്ല വൃത്തിയുള്ളതാക്കി സൂക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
എഡിറ്റിംഗ് ആണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ഇറ്റ്. അപ്പോൾ എഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എററൊക്കെ ഉണ്ടായിരിക്കും, കറക്ഷൻ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ആ പാസേജിനകത്ത്, ABCD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എ എന്ന് എടുത്തെഴുതി അവിടുത്തെ എറർ എന്താണെന്ന് എഴുതുക. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ച് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ എ, ഹെലൻ കെല്ലർ വാസ് എൻ അമേരിക്കൻ ഓഥർ. അപ്പോൾ അവിടെ എന്താ ഫസ്റ്റ് എറർ എന്താ നമുക്ക് കാണുമ്പോഴേ അറിയാം. ഹെലൻ കെല്ലർ നമുക്കറിയാം, ഒരു പേര് എഴുതുമ്പോൾ എന്താണ് ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹെലൻ കെല്ലർ, അപ്പോൾ എച്ചും ക്യാപിറ്റൽ കെയും ക്യാപിറ്റലായിട്ട് എഴുതണം, കെല്ലറിൻ്റെ കെയും. അപ്പോൾ അവിടെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്, ഹെലൻ കെല്ലറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എന്താ ഹെലൻ കെല്ലർ വാസ് എൻ അമേരിക്കൻ ഓഥർ, ലെക്ചറർ ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹെലൻ കെല്ലർ ആയിരുന്നു ആൻ അമേരിക്കൻ, ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ്, പിന്നെ ലെക്ചറർ പഠിപ്പിക്കുന്ന ടീച്ചിങ് ആണ്, ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ്, അപ്പോൾ സാമൂഹ്യ പ്രവർത്തക കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കോണം. നമ്മുടെ ഈ പാസേജ് കണ്ടപ്പോഴേ വാസ് ആണ്. അപ്പോൾ വാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എന്ന് വെച്ചാൽ എന്താണ്, പാസ്റ്റാണ് അല്ലേ. അപ്പോൾ ഹെലൻ കെല്ലർ ഇപ്പോൾ ജീവനോടെ ഇരിപ്പില്ല, അപ്പോൾ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ഓക്കെ ഷീ വാസ് ബോൺ ഇൻ 27th June 1880. അപ്പോൾ അവിടെ എന്താ മിസ്റ്റേക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൊഫൈലൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ഡേറ്റിൻ്റെ മുന്നിൽ എന്തേ ചേർക്കത്തുള്ളൂ, ഓൺ. ഷീ വാസ് ബോൺ ഇൻ എന്ന് പറഞ്ഞ ഇന്ന് നമ്മൾ ഇയറിൻ്റെ വർഷത്തിൻ്റെ മുന്നിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ 27th, അപ്പോൾ ഡേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഡേറ്റിന് മുന്നേ നമ്മൾ എപ്പോഴും എന്താണ് ചേർക്കേണ്ടത്, ഓൺ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ എന്താണ് ആൻസർ, ഓൺ ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഷീ വാസ് ബോൺ ഓൺ 27 June 1880. അപ്പോൾ അവർ 1880 ജൂൺ 27 ജനിച്ചത് എന്നാണ്. അപ്പോൾ ബി എന്ന് എഴുതി ഓൺ എന്ന് എഴുതുക. ഓക്കെ, ഇനി എന്താണ് ഇൻ ചൈൽഡ്ഹുഡ് ഹെർ. അപ്പോൾ അവിടെ നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കാറുണ്ട്, 2 വാക്ക് തന്നിട്ട് അത് അപ്പുറത്തോട്ടും അല്ലേ, എന്താണ് സ്വിച്ച് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഇൻ ചൈൽഡ്ഹുഡ് ഹെർ എന്ന് പറയില്ല, ഇൻ ഹെർ ചൈൽഡ്ഹുഡ്. ഓക്കെ, അവളുടെ കുട്ടിക്കാലത്ത് എന്നാണ്. അപ്പോൾ ഇൻ ഹെർ ചൈൽഡ്ഹുഡ്, അപ്പോൾ അവിടെ എന്താ വരേണ്ട, ഹെർ ഫസ്റ്റ് എഴുതുക, ചൈൽഡ്ഹുഡ് ലേറ്റർ എഴുതുക, അതിനുശേഷം എഴുതുക. അപ്പോൾ ഹെർ ചൈൽഡ്ഹുഡ്. ഓക്കെ, ഇൻ ഹെർ ചൈൽഡ്ഹുഡ് ഷീ ലോസ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് ഡ്യൂ ടു ഇൽനെസ്. അപ്പോൾ അവളുടെ കുട്ടിക്കാലത്ത് അവൾക്ക് അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു, അവളുടെ ഏതോ രോഗം കാരണം. ഓക്കെ, നമുക്കറിയാം ഹെലൻ കെല്ലറിനെ കുറിച്ച് അല്ലേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെർ ടീച്ചർ, അപ്പോൾ അവളുടെ ഹെലൻ കെല്ലറിൻ്റെ ടീച്ചറിൻ്റെ സഹായത്തോടെ ഹെലൻ ലേൺഡ്. അപ്പോൾ അവിടെ ഡി എന്താണ് വ്യത്യാസം, അവിടുത്തെ തെറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ടീച്ചറിൻ്റെ സഹായത്തോടെ പഠിച്ചു എന്നാണ്. അപ്പോൾ ഹെലൻ ലേൺഡ്, LEARNED ആണ് കറക്റ്റായിട്ട്, ലേൺഡ് പഠിച്ചു എന്നുള്ള സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ LEA അവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഡി എഴുതിയിട്ട് LEARNED അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, എററായിട്ട് വരുന്നത്. ഓക്കെ, ഡി എന്ന് എഴുതുക. എന്താണ് ഷീ ലേൺഡ്, അവൾ പഠിച്ചു ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് കോഡ് ലാംഗ്വേജ്. അപ്പോൾ എന്താണ് കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്താനൊക്കെ പഠിച്ചു. ഷീ ബിക്കം, അവിടെ എന്താ എറർ, നമ്മൾ ബിക്കം എന്ന് വെച്ചാൽ ആയിത്തീരുക എന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ആയിത്തീരുക എന്ന് പറഞ്ഞപ്പോൾ ഹെലൻ കെല്ലർ ഇല്ലല്ലോ, അപ്പോൾ ആയിത്തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബിക്കമ്മിന് പകരം അവിടെ എന്താ ചേർക്കണ്ടേ, ബിക്കെയിം, ആയിത്തീർന്നു എന്നാണ് കേട്ടോ. ബിക്കം എന്ന് വെച്ചാൽ ആയിത്തീരുക, ബിക്കെയിം എന്ന് വെച്ചാൽ ആയിത്തീർന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഷീ ബിക്കെയിം ദ ഫസ്റ്റ് ഡെഫ് ബ്ലൈൻഡ് പേഴ്സൺ ടു ഗെറ്റ് എ കോളേജ് ഡിഗ്രി. അപ്പോൾ ഷീ ബിക്കെയിം, അവളായിത്തീർന്നു ദ ഫസ്റ്റ് ഡഫ് ബ്ലൈൻഡ്, അതായത് കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇല്ലാത്ത ഒരാൾ, ആദ്യത്തെ കോളേജ് ഡിഗ്രി എടുത്ത ആദ്യത്തെ വ്യക്തിയായി ഹെലൻ കെല്ലർ. അപ്പോൾ കോളേജിൽ നിന്ന് ഡിഗ്രി നേടിയ, കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇല്ലാത്തവരിൽ ആ കോളേജിൽ നിന്ന് ആദ്യം ഡിഗ്രി നേടിയ ആളായിട്ട് ഹെലൻ കെല്ലർ മാറി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇ വന്നിട്ട് ബിക്കെയിം ആണ്. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, തോട്ട് എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്, ചിന്ത എന്നാണ് അർത്ഥം. 5ാമത്തെ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്, എ പാർട്ടും ഉണ്ട് ബി പാർട്ടും ഉണ്ട്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ആൻസർ ചെയ്താൽ മതി. ഓക്കെ, 5ന്റെ എ നമുക്ക് നോക്കാം. ടോട്ടോ ചാൻ എൻജോയ്ഡ് ദ ട്രിപ്പ് വിത്ത് ഹെർ ഫ്രണ്ട്സ് ടു ദ ഹോട്ട് സ്പ്രിംഗ്. അപ്പോൾ നമ്മുടെ കഥ ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ ടോട്ടോ ചാൻ എന്നറിയാം നമുക്ക്. ടോട്ടോ ചാൻ എൻജോയ്ഡ് ദ ട്രിപ്പ്, അപ്പോൾ ട്രിപ്പ് എൻജോയ് ചെയ്ത് നല്ല ഉല്ലസിച്ച് അങ്ങ് പോവുകയാണ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എവിടെയാണ്, ടു ദ ഹോട്ട് സ്പ്രിംഗ്. അപ്പോൾ ആ ഹോട്ട് സ്പ്രിങ്ങിൽ ആ ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല, എൻജോയ് ചെയ്തു. ഓക്കെ, ഷീ തോട്ട് അബൌട്ട് ഹെർ ട്രാവൽ ഇൻ ട്രെയിൻ ആൻഡ് ഷിപ്പ്. അപ്പോൾ ഷീ തോട്ട്, അവൾ
ചിന്തിച്ചു, എബൌട്ട് കുറിച്ച്, ഏതിനെക്കുറിച്ച്, ഹർ ട്രാവൽ അവളുടെ യാത്ര, ഇൻ ട്രെയിൻ ആൻഡ് ഷിപ്പ്. അപ്പോൾ ട്രെയിനിലും കപ്പലിലുമായിട്ടൊക്കെ ഷിപ്പിലുമായിട്ടൊക്കെ അവൾ യാത്ര ചെയ്തതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ടിരിക്കുകയാണ്. The memories about the beach and the gift given by the man and many other things flashed through her mind. അപ്പോൾ ദ മെമ്മറീസ് ഓർമ്മകൾ, എബൌട്ട് ദ ബീച്ച് ആ ബീച്ചിനെ കുറിച്ചുള്ള ഓർമ്മകളും, ദ ഗിഫ്റ്റ് ഗിവൻ ബൈ ദ മാൻ അപ്പോൾ ഒരു നമുക്കറിയാം അല്ലേ, കഥ വായിക്കുമ്പോൾ അറിയാം ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വള്ളം ഉണ്ടാക്കുന്ന മാൻ അല്ലേ. അപ്പോൾ ആ മാൻ കൊടുത്ത ഗിഫ്റ്റും പിന്നെ ആൻഡ് മെനി അതർ തിങ്സ് ഒരുപാട് മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഫ്ലാഷ് ത്രൂ ഹെർ മൈൻഡ് അതെല്ലാം ഇങ്ങനെ മിന്നി മറഞ്ഞു. അതായത് അവൾ ഓർത്തു, ചിന്തിക്കാൻ തുടങ്ങി അവളുടെ മനസ്സിൽ. റൈറ്റ് ദ തോട്ട്സ് ഓഫ് ടോട്ടോ ചാൻ അപ്പോൾ എഴുതാനാണ്. അപ്പോൾ ടോട്ടോ ചാൻ്റെ ചിന്തകൾ എന്തായിരുന്നിരിക്കും എന്നാണ് ആ നിമിഷത്തിൽ ടോട്ടോ ചാൻ മനസ്സിൽ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു മോഡൽ ഞാൻ ആൻസർ തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ആൻസർ എഴുതാം. ഓക്കെ, ഇപ്പോൾ തോട്ട്സ് ഓഫ് ടോട്ടോ ചാൻ എന്ന് പറഞ്ഞ് ഹെഡിങ് ഒക്കെ കൊടുത്തു. വാവ്, ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് വാസ് അമേസിങ്. അപ്പോൾ എന്താണ് വാവ്, നമ്മൾ എന്താ മനസ്സിലൊക്കെ ചിന്തിക്കുമ്പോൾ വാവ് എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ മനോഹരമായ ഒരു നിമിഷം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലമേറ്ററി വാക്കാണ്, ആശ്ചര്യവാക്ക്. ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കൂട്ടുകാരുമൊത്തുള്ള ഹോട്ട് സ്പ്രിങ്ങിലേക്കുള്ള എൻ്റെ ഈ ട്രിപ്പ് വാസ് അമേസിങ്, വളരെ മനോഹരമായിരുന്നു, അമേസിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. ദ ട്രെയിൻ റൈഡ് ആൻഡ് ഷിപ്പ് ജേർണി വാസ് ഫൺ അപ്പോൾ എന്താണ് ആ ട്രെയിൻ യാത്രയും ഷിപ്പിലൂടെയുള്ള യാത്രയും വളരെ ഫണ്ണായിരുന്നു. ഓ മൈ ഗോഡ്, ഐ വാസ് അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. ഓ മൈ ഗോഡ്, എനിക്ക് ചിന്തിക്കാൻ പറ്റും, ദൈവമേ ഐ വാസ് അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. ഞാൻ ട്രെയിനിലൊക്കെ നല്ല വെൽ ബിഹേവ്ഡ് നന്നായിട്ട് പെരുമാറി എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണ്, ടോട്ടോച്ചാൻ മുന്നത്തെ സ്കൂളിൽ ഇച്ചിരി ഉടായ്പൊക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല നീറ്റായി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. In my old school, I had done unimaginable things, but look at me now. In my old school, അപ്പോൾ എൻ്റെ പഴയ സ്കൂളിൽ ഞാൻ ഒരുപാട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ലുക്ക് അറ്റ് മീ നൗ. പക്ഷേ ഇപ്പം എന്നെ നോക്ക്, ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഞാൻ ഒരുപാട് മാറിയിരിക്കുന്നു. The beach was so beautiful and I can still picture the gift the man gave me. ആ ബീച്ച് എന്ത് ഭംഗിയായിരുന്നു, എന്ത് മനോഹരമായിരുന്നു. പിന്നെ ആ കൈൻഡ് മാൻ നൽകിയ ആ ഗിഫ്റ്റ് എൻ്റെ മനസ്സിലിങ്ങനെ ആ ചിത്രം പതിഞ്ഞു നിൽക്കുവാണ് എന്ന് പറയണം. These memories will stay in my heart forever. അപ്പോൾ ഈ ഓർമ്മകൾ എൻ്റെ ഹാർട്ടിൽ, അതായത് എന്നും എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കും, എന്നും മായാതെ നിലനിൽക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാം. ഓക്കെ, അല്ല കുറച്ചുകൂടെ എക്സാഗ്രേറ്റ് ചെയ്തൊക്കെ എഴുതാം. ഇനി അടുത്ത ഓർ ക്വസ്റ്റ്യൻ എന്താണ്, തോട്ട് തന്നെയാണ്. ഇത് ടോട്ടോ ചാൻ്റെ ആണെങ്കിൽ അത് നമ്മുടെ ആരുടെയാണ്, റൈറ്റ് ദ തോട്ട്സ് ഓഫ് രഞ്ജി അറിയാമല്ലോ അല്ലേ, മാജിക് ബാറ്റൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 5B നമുക്ക് A എഴുതാണെങ്കിൽ അറിയാമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ B എഴുതാം. രഞ്ജി സ്കോർഡ് മെനി റൺസ് ഫോർ ഹിസ് ടീം ഇൻ ദ ക്രിക്കറ്റ് മാച്ച്. അപ്പോൾ രഞ്ജി ഒരുപാട് റൺസൊക്കെ എടുത്തിട്ടുണ്ട് അവരുടെ ടീമിന് വേണ്ടി. ക്രിക്കറ്റ് മാച്ചിൽ അവരുടെ ടീമിന് വേണ്ടി ഒരുപാട് റൺസൊക്കെ എടുത്തിട്ടുണ്ട്. ഹി വാസ് വെരി ഹാപ്പി. ആയിരുന്നു വെരി ഹാപ്പി, വളരെ സന്തോഷവാനായിരുന്നു. ഹി തോട്ട് അബൌട്ട് ഹിസ് മാജിക് ബാറ്റിംഗ് പെർഫോമൻസ്, സപ്പോർട്ട് ഓഫ് മിസ്റ്റർ കുമാർ ആൻഡ് മെനി അതർ തിങ്സ്. അവൻ തോട്ട് അബൌട്ട് ഹിസ് മാജിക് ബാറ്റ് അപ്പോൾ അവൻ്റെ മാജിക് ബാറ്റിനെ കുറിച്ച് ചിന്തിച്ചു, ബാറ്റിംഗ് പെർഫോമൻസിനെ കുറിച്ച്, അവൻ്റെ പ്രകടനത്തെക്കുറിച്ച് ഓർത്തു. പിന്നെ സപ്പോർട്ട് ഓഫ് മിസ്റ്റർ കുമാർ അപ്പോൾ മിസ്റ്റർ കുമാറിൻ്റെ ആ ഒരു സപ്പോർട്ട് ഓർമ്മയുണ്ടോ, മാജിക് ബാറ്റ് കൊടുത്തത് ആരാണ്, മിസ്റ്റർ കുമാറാണ്. ആൻഡ് മെനി അതർ തിങ്സ് ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. റൈറ്റ് ദ തോട്ട്സ് ഓഫ് രഞ്ജിയുടെ ആ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്ന് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു മോഡൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. തോട്ട്സ് ഓഫ് രഞ്ജിയുടെ ചിന്തകൾ. വാവ്, ഐ സ്കോർഡ് സോ മെനി റൺസ് ടുഡേ ആൻഡ് ഇറ്റ് ഫീൽസ് അമേസിങ്. ഓക്കെ, മറ്റതുപോലെ തന്നെയാണ് ആ ഒരു മോഡലിലാണ് ഞാൻ വീണ്ടും എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, വാവ്, ഐ സ്കോർഡ് സോ മെനി റൺസ് ടുഡേ. ഞാൻ നേടി, സ്കോർ ചെയ്തു. സോ മെനി റൺസ് ഒരുപാട് റൺസ് ടുഡേ, ഇന്ന് ഞാൻ ഒരുപാട് റൺസ് നേടി. ആൻഡ് ഇറ്റ് ഫീൽസ് അമേസിങ്, അതെനിക്ക് വളരെ അമേസിങ് ഫീൽ തരുവാണ്, അതിശയിപ്പിക്കുന്ന ഒരു ഫീൽ തരുന്നു എന്നുള്ള. ദ മാജിക് ബാറ്റ് ഈസ് മൈ ലക്ക്. മാജിക് ബാറ്റ് എൻ്റെ ഭാഗ്യമാണ്.
I scored 58 runs and led our school to victory with this magic bat. I scored 58 runs. ഞാൻ 58 റൺസ് നേടി ആൻഡ് ലെഡ് നയിച്ചു അവർ സ്കൂൾ നമ്മുടെ സ്കൂളിനെ ടു വിക്ടറി വിജയത്തിലേക്ക് വിത്ത് ദിസ് മാജിക് ബാറ്റ്. ഈ മാജിക് ബാറ്റ് കൊണ്ടാണ് നമ്മുടെ സ്കൂളിനെ വിജയത്തിലേക്ക് നയിച്ചത്. വി വോൺ ആൻഡ് ഐ മേഡ് 58 മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ. വി വോൺ നമ്മൾ ജയിച്ചു ആൻഡ് ഐ മേഡ് 58 ഞാൻ 58 എടുത്തു. മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ ഇതുവരെയുള്ളതിൽ എൻ്റെ ഏറ്റവും വലിയ സ്കോറാണിത്. ഇറ്റ് റിയലി ഈസ് എ ലക്കി ബാറ്റ്. ഇത് ശരിക്കും ഒരു ലക്കി ബാറ്റ് തന്നെ, ഭാഗ്യമുള്ള ബാറ്റ് തന്നെ. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. ഐ തിങ്ക് മൈ ബാറ്റിംഗ് പെർഫോമൻസ് വാസ് ഓസം. ഐ തിങ്ക് ഞാൻ കരുതുന്നു എൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് ഓസം വളരെ മനോഹരമായിരുന്നു, അതിശയിപ്പിക്കുന്നതായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. മിസ്റ്റർ കുമാർ സപ്പോർട്ട് മോട്ടിവേറ്റഡ് മീ എ ലോട്ട്. മിസ്റ്റർ കുമാറിൻ്റെ സപ്പോർട്ട്, പ്രോത്സാഹനം എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഹി ഗേവ് മീ എ വാം ഹാൻഡ് ഷേക്ക്. അദ്ദേഹം എനിക്കൊരു വാം ഹാൻഡ് ഷേക്ക് ഒക്കെ തന്നിട്ടുണ്ട്. ഐ എം ത്രിൽഡ് ആൻഡ് കാൺ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് മാച്ച്. ഐ എം ത്രിൽഡ്, ഞാൻ ത്രില്ലടിച്ചിരിക്കുവാണ്. കാൺ വെയിറ്റ്, എനിക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല. ഫോർ ദ നെക്സ്റ്റ് മാച്ച്, അടുത്ത മാച്ചിന് വേണ്ടി എനിക്ക് കാത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് ഇത്തിരി വന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ് അതുവഴി പോയത്. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ്. അപ്പം നമുക്കിനി തയ്യാറാക്കുക. ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ. ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതും എയും ബിയും ഉണ്ട്, ഓർ ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. രണ്ടും ഇൻസ്ട്രക്ഷൻ എഴുതാൻ തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് എടുത്തെഴുതാം. എ, യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് എ പെയിന്റിംഗ് കോമ്പറ്റീഷൻ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നിങ്ങളുടെ സ്കൂള് ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി സംഘടിപ്പിക്കുകയാണ്. റൈറ്റ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ ദ പാർട്ടിസിപ്പൻസ്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ലളിതമായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ എഴുതാനാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹിൻസ് ഗിവൻ ഇൻ ദ ബോക്സ്. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിൻസ് ഗിവൻ ഇൻ ദ ബോക്സ്, ആ ബോക്സിനകത്ത് കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടെ ആ പാർട്ടിസിപ്പൻസിന് കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഹിൻസ് തന്നിട്ടുള്ളത്? ടൈം ആൻഡ് വെന്യൂ, തിങ്സ് ടു ബ്രിങ്, ഫുഡ് ആൻഡ് അറേഞ്ച്മെൻറ്റ്, പ്രൈസസ്. ഇത്രയും വേണം. അതായത് ടൈം ആൻഡ് വെന്യൂ എന്ന് വെച്ചാൽ സമയവും എവിടെയാണെന്നും പറയണം. പിന്നെ തിങ്സ് ടു ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവരേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്നും, ഫുഡ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഭക്ഷണ ക്രമീകരണങ്ങൾ എവിടെയാണെന്നുള്ള പറയണം. പ്രൈസസ്, വിന്നറിന് എന്താണ് പ്രൈസ്, സമ്മാനം കിട്ടുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് തയ്യാറാക്കേണ്ടത്. അപ്പം ഞാൻ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട്, പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് കുറച്ച് ക്രയോണും വാട്ടർ കളറിൻ്റെ ബ്രഷും കുറച്ച് സംഭവമൊക്കെ എൻ്റെ രീതിക്ക് വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ രീതിയിൽ കുറച്ചുകൂടെ വിപുലമാക്കാം. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ പാർട്ടിസിപ്പൻസ്. അപ്പോൾ മത്സരാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്നാണ്. ഒന്നെന്താ? ദ പെയിന്റിംഗ് കോമ്പറ്റീഷൻ വിൽ ബി ഹെൽഡ് ഓൺ 1st January 2026 in the school auditorium at 10 a.m. അപ്പോൾ പെയിന്റിംഗ് മത്സരം വിൽ ബി ഹെൽഡ് ഓൺ 1st January 2026. അപ്പോൾ January 1, 2026 January 1 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 10 മണിക്കാണ് പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത്. പ്ലീസ് അറൈവ് 15 minutes early for registration. അപ്പോൾ പ്ലീസ് അറൈവ്, ദയവായി നിങ്ങൾ ഒരു 15 മിനിറ്റ് നേരത്തെ എത്തിച്ചേരുക. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണില്ലേ, അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നേരത്തെ എത്തിച്ചേരണം. 2. Bring your own painting materials, brushes, paints, canvas or paper, a water bottle and an apron to protect your clothes. അപ്പോൾ bring your own painting materials. അപ്പോൾ നിങ്ങളുടെ തന്നെ പെയിൻറ്റിങ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല, നിങ്ങൾ തന്നെ കൊണ്ടുവരണം, നിങ്ങളുടെ സ്വന്തം തന്നെ കൊണ്ടുവരണം. എന്തൊക്കെ അതിനകത്ത്? ബ്രഷ് വേണം, പെയിൻറ്റ്സ് വേണം, ക്യാൻവാസ് അല്ലെങ്കിൽ പേപ്പർ വേണം വരയ്ക്കാനായിട്ട്, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വേണം വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ആൻ അപ്രോൺ അറിയാലോ, നമ്മളിപ്പോൾ പുറത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇടത്തില്ലേ നമ്മൾ, അതുപോലത്തെ ഒരു സാധനം. എന്ന് വെച്ചാൽ ഡ്രസ്സിൽ കളർ എന്തിനാണ്? പ്രൊട്ടക്റ്റ് യുവർ ക്ലോത്ത്സ്, നമ്മുടെ ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഡ്രസ്സിൽ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ കൊണ്ടുവരാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത 3ാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? റിഫ്രഷ്മെൻറ്റ്സ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ സ്കൂൾ കഫറ്റീരിയ ആഫ്റ്റർ ദ കോമ്പറ്റീഷൻ. അപ്പോൾ എന്താണ്? കോമ്പറ്റീഷൻ മത്സരത്തിന് ശേഷം നമുക്ക് റിഫ്രഷ്മെൻറ്റിനായിട്ടുള്ള വാട്ടർ, അങ്ങനെ ജ്യൂസോ ഫുഡോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സ്കൂൾ കഫറ്റീരിയക്കകത്ത് പ്രൊവൈഡ് ചെയ്യും. പാർട്ടിസിപ്പൻറ്റ് ഷുഡ് സിറ്റ് ഇൻ ദ ഡെസിഗ്നേറ്റഡ് ഏരിയ ഫോർ ലഞ്ച്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും, അവിടെ ഇരുന്നാൽ മതി. നമ്മൾ ഫുഡ്
ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. 4 വിന്നേഴ്സ് വിൽ റിസീവ് ട്രോഫീസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. പിന്നെ എന്താ പ്രൈസ് പറയാണ്, വിന്നേഴ്സ് വിൽ റിസീവ്. അപ്പോൾ മത്സര വിജയികൾക്ക് നമുക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റ്സും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. എന്നിട്ടൊരു ഇത് പറയാം, ഷോസ് യുവർ ടാലൻറ്റ്. നിങ്ങളുടെ എന്താണ് ടാലൻറ്റ് നിങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞൊരു ഒരു മോട്ടിവേഷൻ കൂടെ കൊടുക്കുകയാണ്. പിന്നെ ഇപ്പുറത്തായിട്ട് നമ്മളൊന്നുകൂടെ 1 ജാനുവരി 2026 എപ്പോഴാണ് എന്നാണ്, പിന്നെ ടൈമായിട്ട് കൊടുക്കുന്നത് 10 AM to 1 PM വരെയാണ്. ഏജ് ഇപ്പോൾ എത്ര വയസ്സുള്ളവർക്കാണ് പാർട്ടിസിപ്പൻ്റ്, ഏജ് 6 to 14 years old. 6 മുതൽ 14 വയസ്സ്, 6നും 14നും ഇടയ്ക്കുള്ള 6 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്കാണ് മത്സരിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ഓർ ക്വസ്റ്റ്യൻ 6B. യുവർ സ്കൂൾ ഈസ് പ്ലാനിങ് എ ഫീൽഡ് ട്രിപ്പ് ഫോർ സ്റ്റുഡൻസ് ടു എ ബേർഡ് സാങ്ച്വറി. ഇപ്പോൾ യുവർ സ്കൂൾ, നിങ്ങളുടെ സ്കൂൾ ഈസ് പ്ലാനിങ്, എന്താണ് പദ്ധതി ഇടുകയാണ്, എന്തിനാണ്, എ ഫീൽഡ് ട്രിപ്പ്, ഒരു ഫീൽഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഫോർ സ്റ്റുഡൻസ് ടു എ ബേർഡ് സാങ്ച്വറി. അപ്പോൾ ഒരു പക്ഷി സങ്കേതത്തിലോട്ട് ഒരു ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിക്കുകയാണ്. ഇമാജിൻ ദാറ്റ് യു ആർ ഓർഗനൈസിങ് ദ ട്രിപ്പ്. ഇമാജിൻ എന്ന് വെച്ചാൽ സങ്കല്പിക്കുക, ദാറ്റ് യു ആർ ഓർഗനൈസിങ് ദ ട്രിപ്പ്. നിങ്ങളാണ് ആ ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുന്നത്, അതായത് സംഘടിപ്പിക്കുന്നത്, നിങ്ങളാണ് എല്ലാം നടത്തുന്നത്. ഓക്കെ. പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹിൻസ് ഗിവൻ ഇൻ ദ ബോക്സ്. അപ്പോൾ പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനാണ്. അപ്പോൾ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ബോക്സിനകത്ത് ഹിൻസ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഹിൻസ് തന്നിട്ടുള്ളത്, തിങ്സ് ടു ക്യാരി ഇൻ ദ ട്രിപ്പ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനകത്ത് തിങ്സ് ടു ക്യാരി ഇൻ ദ ട്രിപ്പ്, ഒരു ട്രിപ്പിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. തിങ്സ് ടു ഒബ്സർവ് അറ്റ് ദ സാങ്ച്വറി. ഇനി ആ സാങ്ച്വറിയിൽ നിരീക്ഷിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്, കാണേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. പിന്നെ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ കരുതലുകൾ, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് പറയണം. റിഫ്രഷ്മെൻറ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ് ഫുഡ് ഐറ്റംസ് അത് എല്ലാം ഉണ്ടെങ്കിൽ അത് പറയണം. ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ. ഇപ്പുറത്തിരിക്കുന്നത് നിങ്ങളെ കൺഫ്യൂഷൻ അടിക്കുന്നത്, അതൊരു ബൈനോക്കുലറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പുറത്തൊരു ബേർഡ് ഗൈഡ് എന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ ഒരു ഫിഗറുമാണ് വരച്ചിരിക്കുന്നത്. 5 days ബേർഡ് വാച്ചിങ് ടൂർ. അപ്പോൾ 5 ദിവസത്തെ പക്ഷി നിരീക്ഷണ ടൂറാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതെന്നാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. 1 ജാനുവരി 2026, അത് 1-ാം തീയതിയാണ്. ഡ്യൂറേഷൻ 5 days. അപ്പോൾ 1-ാം തീയതി തുടങ്ങിയിട്ട് 5 ദിവസം വരെ നീണ്ടു നിൽക്കും. മീറ്റിംഗ് ടൈം 8 AM. അപ്പോൾ നമ്മൾ രാവിലെ മീറ്റിംഗ് എല്ലാവരും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് പക്ഷി നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്ന സമയം 8 AM ആണ്. ലൊക്കേഷൻ പുഞ്ചക്കരി വെള്ളായണി വെറ്റ്ലാൻഡ്സ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു സ്ഥലമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേർഡ് സാങ്ച്വറി എഴുതാം. ഓക്കെ. ഇനി ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡൻസ് ഷുഡ് ക്യാരി എ വാട്ടർ ബോട്ടിൽ, സ്നാക്സ്, എ നോട്ട് ബുക്ക്, പെൻ, ബൈനോക്കുലേഴ്സ്, ക്യാപ്പ്, സൺസ്ക്രീൻ, കംഫർട്ടബിൾ ഷൂസ് ആൻഡ് എ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അല്ലേ, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ വേണം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ സ്നാക്സ്, എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള സ്നാക്സ്. ഒരു നോട്ട് ബുക്ക് വേണം, പേനയും വേണം. എന്തിനാണ്, നമ്മൾ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടും. ബൈനോക്കുലർ പക്ഷീനെ കാണാൻ വേണ്ടിയിട്ടുള്ള ബൈനോക്കുലർ വേണം. പക്ഷിനെ കാണാനല്ല, പക്ഷിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്, സൂം ചെയ്ത് നിരീക്ഷിക്കാനുള്ളത്. പിന്നെ എന്താണ്, ക്യാപ്പ്, നമുക്ക് ചൂടൊക്കെ ആണെങ്കിൽ വെയിലൊക്കെ അടക്കാതിരിക്കാൻ ഒരു ക്യാപ്പ് ആവാം. പിന്നെ സൺസ്ക്രീൻ, സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൺസ്ക്രീൻ എടുക്കാം. കംഫർട്ടബിൾ ഷൂസ്, നമുക്ക് നടന്നു പോകാൻ നമ്മൾ നല്ല ഈസി പാത്ത് ആയിരിക്കത്തില്ലല്ലോ, അപ്പോൾ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എപ്പോഴാണ് മുറിവോ എന്തെങ്കിലുമൊക്കെ കടിക്കുമോ, ഇപ്പോൾ വല്ല അട്ടയൊക്കെ എന്തെങ്കിലും കടിച്ചാലൊക്കെ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലടത്ത് ട്രിപ്പിന് പോകുമ്പം ഈ കുളമായിട്ട് പേടിച്ച് ഉപ്പൊക്കെ കൊണ്ടുപോകത്തില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ബാൻഡെയ്ഡോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അടുത്ത്, സ്റ്റുഡൻസ് മസ്റ്റ് ഒബ്സർവ് വേരിയസ് ബേർഡ് സ്പീഷീസ്, ദെയർ ഹാബിറ്റാറ്റ്സ്, നെസ്റ്റിംഗ് സൈറ്റ്സ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് വൈൽ നോട്ടിങ് എൻവിറോൺമെൻറ്റൽ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഈ നോട്ട് ചെയ്യുന്നതിൻ്റെ, ഇപ്പോൾ ഈ പരിസ്ഥിതിയിൽ ആ വിവരങ്ങൾ നോട്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുമെന്ന് പറയുന്നല്ലേ, അപ്പോൾ അതിനോടൊപ്പം അവരെന്ത് ചെയ്യും, തീർച്ചയായും മസ്റ്റ് ഒബ്സർവ്, തീർച്ചയായും നിരീക്ഷിക്കണം. വേരിയസ് ബേർഡ് സ്പീഷീസ്, അപ്പോൾ വ്യത്യസ്ത പക്ഷി വർഗ്ഗങ്ങളെ, അപ്പോൾ പലതരത്തിലുള്ള പക്ഷികളുണ്ടായിരിക്കും, അത് നോക്കണം. ദെയർ ഹാബിറ്റാറ്റ്സ്, അവയുടെ ആവാസ വ്യവസ്ഥ, അവ എങ്ങനെയാണ് താമസിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്. നെസ്റ്റിംഗ് സൈറ്റ്സ്, അവരുടെ കൂട് എവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ബിഹേവിയറൽ പാറ്റേൺസ്, അവ എങ്ങനെയാണ് പെരുമാറുന്നത്, അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. ഓക്കെ. അടുത്ത്, സ്റ്റുഡൻസ് ഷുഡ് ടേക്ക് പ്രിക്കോഷൻസ് ബൈ സ്റ്റേയിങ് ഇൻ ഗ്രൂപ്പ്സ്, ഫോളോയിങ് ടീച്ചർ ഇൻസ്ട്രക്ഷൻസ്,
നോട്ട് ഡിസ്റ്റർബിങ് വൈൽഡ് ലൈഫ്. അപ്പം സ്റ്റുഡൻസ് ഷുഡ് ടേക്ക് പ്രിക്കോഷൻസ്. അപ്പോൾ സ്റ്റുഡൻസ് എന്താണ് തീർച്ചയായും പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എടുക്കണം ബൈ സ്റ്റേയിങ് ഗ്രൂപ്പ്സ്. അതെന്തൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്? എപ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ട് കൂട്ടം തെറ്റിപ്പോകാതെ ഗ്രൂപ്പായിട്ട് തന്നെ ആയിരിക്കണം. ഫോളോയിങ് ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ടീച്ചറിൻ്റെ എന്താണ് ടീച്ചർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പിന്തുടരണം. നോട്ട് ഡിസ്റ്റർബിങ് വൈൽഡ് ലൈഫ്. പിന്നെ വൈൽഡ് ലൈഫ് കാടാണ്, അവരെയൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുക, അതൊന്നും പാടില്ല. പിന്നെന്താണ് കീപ്പിംഗ് ദ ഏരിയ ക്ലീൻ. ആ ഏരിയ നല്ല വൃത്തിയാക്കണം. വിയറിങ് പ്രോപ്പർ ഫുഡ് വെയർ. നല്ല എന്താണ് ഫുഡ് വെയർ ഒക്കെ കാൽപാദമൊക്കെ എന്താണ് കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് വെയർ ധരിക്കുക. ഓക്കെ, അടുത്തെന്താണ് സ്റ്റുഡൻസ് ഷുഡ് ഹാവ് റിഫ്രഷ്മെൻറ്റ്സ്. ആ റിഫ്രഷ്മെൻറ്റ്സിൻ്റെ പോയിൻ്റാണ്. സ്റ്റുഡൻസ് ഷുഡ് ഹാവ് റിഫ്രഷ്മെൻറ്റ്സ് ഇൻ ദ ഡിസിഗ്നേറ്റഡ് ഏരിയ ഈറ്റിംഗ് ഏരിയാസ്. അപ്പോൾ അവിടെ കഴിക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടായിരിക്കും, അവിടെ തന്നെ നമ്മൾ കഴിക്കണം. ഈറ്റ് ഹെൽത്തി പാക്ഡ് ഫുഡ്. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി പാക്ഡ് തുറന്നു വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഓക്കെ, ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഇൻ ദ ബിൻസ്. അപ്പോൾ നമ്മൾ കാട്ടിലും ആ പ്രദേശത്തൊക്കെ കുപ്പിയോ അതൊക്കെ വലിച്ചെറിയാതെ വേസ്റ്റ് ബിൻ എവിടെയാണ് വെച്ചിട്ടുള്ളത് അവിടെ തന്നെ അതിന് തന്നെ ഉപേക്ഷിക്കുക. ഇത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർക്ക്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.